ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്കൊരു വിഷയം കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ഒരു 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസിൽ ഇവിടെ സ്റ്റെറിലൈസേഷൻ, റെസ്ക്യൂ, അഡോപ്ഷൻ, റിലീസ് ഈ 3-4 സംഭവങ്ങളെ നടക്കാറുള്ളൂ. എൻ്റെ വീട്ടിൽ നടക്കാത്തൊരു സംഭവം ആദ്യമായിട്ട് നടന്നു. അത് ഞാൻ കാണിച്ചു തരാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. പിന്നെ എൻ്റെ ഇവിടുത്തെ സ്വർണം എന്ന് പറയുന്ന എൻ്റെ പൂച്ച ഇന്നലെ രാത്രി പ്രസവിച്ചു. എന്തായാലും 12 മണിക്ക് ശേഷം ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ പോകും വരെ കുഴപ്പമില്ലായിരുന്നു. അവൾ ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രസവിക്കാറായി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു മുറി സെറ്റ് ചെയ്തു അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഈ മുറിയിൽ ഞാൻ അവളെ കൊണ്ട് കിടത്തി. ആളിതാ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവളെ സിസ്റ്റേഴ്സിനെ 2 പേരെ ഞാൻ കഴിഞ്ഞ മാസം സ്റ്റെറിലൈസ് ചെയ്തു. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. 3 പേര് ഇനി സ്റ്റെറിലൈസ് ചെയ്യാനുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് പൈസ ഇല്ലാതെ ഒരാളെ സ്റ്റെറിലൈസ് ചെയ്യാതെ ഒരാളിവിടെ പ്രസവിക്കുകയാണ് ആദ്യമായിട്ട്. ഇവിടെ ഒരു സ്റ്റെറിലൈസ് ചെയ്യാത്ത മെയിൽ ക്യാറ്റ് ഉണ്ട്, അവനെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പണി എനിക്ക് കിട്ടി. ഇല്ലെങ്കിൽ അവർ പുറത്തു പോയി പ്രഗ്നൻ്റായി വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത് പ്രസവിക്കുന്നതിന് മുമ്പെങ്കിലും, പൂച്ചകൾ 3 മാസത്തിലൊരിക്കൽ പ്രസവിക്കും. അതുകൊണ്ട് ഇതിന് ഈ ശേഷമെങ്കിലും എനിക്ക് അവളെ സ്റ്റെറിലൈസ് ചെയ്യണമെന്നുണ്ട്. ആർക്കെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്റ്റെറിലൈസിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു 1700 രൂപയാണ് അവരുടെ ഫീസ്, സ്റ്റെറിലൈസേഷൻ ഫീസ്. അത് തന്നെ സഹായിക്കണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് 2 പേരും കൂടെ ചെയ്യാനുണ്ട്. അവർ 2 പേരും മെച്യൂർഡായി, ഋതുമതികളായി, അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇവിടെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി അവരും എപ്പോൾ പ്രഗ്നൻ്റ് ആവുമെന്ന് എനിക്കറിയാൻ നിവർത്തിയില്ല. അതിനിടയ്ക്ക് ഒരു ഡോഗും പണി കിട്ടി. അപ്പം മിക്കവാറും അടുത്ത പ്രസവം ഉടനെ കാണും. അവളെയും സ്റ്റെറിലൈസ് ചെയ്യുക ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന മൃഗസ്നേഹികളായ എല്ലാവരോടും ഞാൻ അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഞാൻ ഈ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പത്തികമായിട്ട് ഉള്ള ആളല്ല. എൻ്റെ മനസാക്ഷി കൊണ്ട് ഞാൻ കടം കയറി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എൻ്റെ ലൈഫ് തന്നെ അത് കാരണം ഒരുപാട് അവതാളത്തിലാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷെ എന്നാലും എനിക്ക് ഇവരെ ഉപേക്ഷിക്കാനോ ഇവർക്കൊന്നും ചെയ്യാതിരിക്കാനോ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുന്നത്. അങ്ങനെ പുതുവർഷത്തിൽ എനിക്ക് 3 അതിഥി കുഞ്ഞുങ്ങളെ കിട്ടി. എൻ്റെ സ്വർണ്ണമ്മ എനിക്ക് തന്ന 3 കുഞ്ഞുങ്ങളാണ്. സ്വർണ്ണമ്മ, ഞാൻ വിചാരിച്ച് പൂച്ചകളിൽ ഇവിടെ അത്ര ഇണക്കമില്ലാത്ത ആളാണ് സ്വർണം. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞാൽ എന്നെ അടുപ്പിക്കുമോ, കുഞ്ഞിനെ തൊടാൻ സമ്മതിക്കുമോ എന്നൊക്കെ എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. നമ്മളെടുത്താലൊന്നും അത് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. നമ്മൾ സ്നേഹിക്കാനൊന്നും വരികയോ നമ്മൾ സ്നേഹം കൊടുക്കുന്നതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. തികച്ചും ഒരു ഒറ്റപ്പെട്ട ക്യാരക്ടറാണ് അവൾക്ക്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ അവളെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. ഇന്നലെ എടുത്തപ്പോഴും വലിയ കുഴപ്പമില്ലായിരുന്നു. അവൾ എന്തായാലും ഉള്ളിൽ സ്നേഹം കാണും. അതുകൊണ്ട് അവൾ എന്നോട് വേറെ പ്രശ്നമൊന്നും കാണിച്ചില്ല. അവളെ പ്രസവം കാണണം, എനിക്ക് ലൈവ് വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലായത് കാരണം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങും വരെ എന്തായാലും പ്രസവം നടന്നില്ല. അപ്പോൾ എന്തായാലും ജാനുവരി 2 തന്നെ ആയിരിക്കും ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം രാവിലെ വരുമ്പോൾ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പായിരുന്നുവെങ്കിൽ നല്ല ഉണങ്ങി ഒട്ടും ബ്ലഡിൻ്റെ അംശമൊന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള മെയിൽ ആളിൻ്റെ തന്നെയാണ് കുട്ടികളെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും അവനെ പോലെ തന്നെയാണ്. മഞ്ഞ നിറം. അടുത്ത ആൾ ഇതാണ് ഇതാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ഒരാൾ മാത്രം വെള്ളയും മഞ്ഞയും, അമ്മച്ചിയെ പോലെ അല്ല, എന്നാലും അമ്മച്ചി കുറച്ച് മഞ്ഞ കൂടുതലാണ്. പക്ഷെ ഇവക്ക് ഇത് വെള്ളയാണ് കൂടുതൽ. അങ്ങനെ 3 പേരും സുഖമായി, അമ്മയും സുഖമായി ഇരിക്കുന്നു. ഒരു മരുന്നോ ഒരു ടോണിക് എന്തെങ്കിലും കൊടുത്താൽ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നിർബന്ധിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി ആരോഗ്യം അത്ര ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഭയമായിരുന്നു. യൂട്യൂബ് നോക്കി റെഡിയായൊക്കെ ഇരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നലെ പ്രസവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ സമയം കിട്ടിയില്ല. പ്രസവം എടുക്കാൻ തയ്യാറാവാൻ വേണ്ടി
ഇരുന്നപ്പോൾ വീഡിയോ ഒന്നും കാണാൻ സമയം കിട്ടില്ല. എന്തായാലും ദൈവം ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവൾക്ക് സുഖപ്രസവം കൊടുത്തു. ദൈവത്തിന് നന്ദി. ഓക്കേ, അടുത്ത വിശേഷങ്ങൾ ഞാൻ ഇടാം. എന്നോടങ്ങ് ചെല്ലം കാണിക്കുകയാണ്. അവൾ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം അവൾക്ക് എന്നോട്. അവൾക്ക് പ്രസവിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തത് കൊണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരാഴ്ചയായിട്ട് ഫുഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരിയുടെ കുറവുണ്ടായിരുന്നു, പെഡിഗ്രിയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഇവൾ ഗർഭിണിയായി ഇവളെ പട്ടിണിക്കിടാൻ ഒരു നേരമാണ് ഒരാഴ്ച കൊണ്ട് ഫുഡായിരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പോയി കടമായിട്ടെങ്കിലും കുറച്ച് പ്യുവർ പെറ്റ്, പൂച്ചയുടെ പ്യുവർ പെറ്റ് ഇവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നു ഞാൻ ഇന്നലെ. എനിക്ക് തോന്നി ചിലപ്പോൾ ഇവളെ പ്രസവം അടുത്തിട്ടുണ്ട്, ഇങ്ങനെ പട്ടിണിക്കിടും എന്ന് കരുതി വാങ്ങി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാനത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോകുമായിരുന്നു. കാരണം ഒരു നേരം എങ്ങനെയാണ് ആഹാരം കഴിച്ചുകൊണ്ട് കിടക്കുക. എന്തായാലും ദൈവം സഹായിച്ചു. പിന്നെ ഞാനൊരു കടമായിട്ട് തന്നെ ഞാനൊരു പോളിബയണും കടയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു ഇവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ദൈവം അനുകൂലമാക്കി, എല്ലാം തന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. എല്ലാവർക്കും ഒരു ബൈ പറയും അമ്മച്ചി. ടാറ്റാ, ബൈ ബൈ.